ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 1 പത്രോസ് 3 വചനത്തിൽ ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പിൻ എന്ന് എഴുതിയിരിക്കുന്നു. ഈ വാക്യത്തിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, നാം അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പിൻ എന്നുള്ള വിഷയമാണ്. ലോകത്തിൽ 2 തരത്തിൽ ഉള്ള ആളുകളുണ്ട്: ശപിക്കുന്നവരും അനുഗ്രഹിക്കുന്നവരും. അനുഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ പ്രവൃത്തിയും ശപിക്കുന്നത് സാത്താന്റെ പ്രവൃത്തിയും ആകുന്നു. പകരത്തിന് പകരം ചെയ്യാതെ അനുഗ്രഹിപ്പിൻ എന്നാണ് ഇവിടെ ഓർപ്പിച്ചിട്ടുള്ളത്. ഇന്ന് ലോകത്ത് നടക്കുന്ന കലഹങ്ങൾക്കും വഴക്കുകൾക്കും അക്രമങ്ങൾക്കും സംഘടനകൾക്കും സംഘർഷങ്ങൾക്കുമെല്ലാം കാരണം എന്ന് പറയുന്നത് ആളുകൾ പകരം ചെയ്യുവാൻ തയ്യാറാവുന്നതുകൊണ്ടാണ്. ദൈവപൈതലിനെ സംബന്ധിച്ച് ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും ചെയ്യാതെ അനുഗ്രഹിക്കുന്നവരായി മാറണം എന്നുള്ള കാര്യമാണ്. ഇത് അത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് നാം വിചാരിക്കരുത്. പണ്ടത്തെ കാലത്തെ, പ്രാചീന കാലത്തെ ആളുകൾ ചിന്തിച്ചിരുന്നത് എല്ലാവർക്കും അനുഗ്രഹിക്കുവാനുള്ള അനുവാദമോ അവകാശമോ ഇല്ല എന്നായിരുന്നു. പ്രത്യേകിച്ച് ഏതെങ്കിലും സിദ്ധികളുള്ള, അമാനുഷിക കഴിവുകളുള്ള, മാന്ത്രിക ശക്തിയുള്ള ആളുകൾക്ക് മാത്രമേ മറ്റുള്ളവരെ അനുഗ്രഹിപ്പാൻ അനുവാദവും അവകാശവും പ്രാചീന കാലത്ത് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ കാലാന്തരത്തിൽ ഗോത്രപിതാക്കന്മാർ അനുഗ്രഹിക്കുന്നതായി നമുക്ക് വചനത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഗോത്രപിതാവായ യാക്കോബ് തന്റെ മക്കളെ അടുക്കൽ വിളിച്ചു വരുത്തി അവരെ അനുഗ്രഹിക്കുന്ന ഭാഗം ഉൽപ്പത്തി പുസ്തകം 49 48 പരാമർശിച്ചിട്ടുണ്ട്. അതിനുശേഷം അനുഗ്രഹിക്കുവാനുള്ള അനുവാദവും അവകാശവും ദൈവം ഫലമേൽപ്പിച്ചത് പുരോഹിതന്മാരെയാണ്, അഹരോന്യ വർഗത്തെയാണ്. ലേവി ഗോത്രത്തിൽ ഉള്ള ആളുകൾ പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെട്ടു. അവരെ ആണ് അനുഗ്രഹിക്കുവാനായി ദൈവം നിയോഗിച്ചത്. അതും ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അനുഗ്രഹിക്കുക എന്നുള്ള ആശയം ദൈവത്തിൻ്റെതാണ്. കാരണം ദൈവം മനുഷ്യരെ അനുഗ്രഹിക്കുന്നതായി തിരുവെഴുത്തിൽ ഒരുപാട് ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആദിമ മനുഷ്യരെ, ആദമനെയും ഹവ്വയെയും ദൈവം സൃഷ്ടിച്ചതിനു ശേഷം ഉൽപ്പത്തി 1:28 അവൻ അവരെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. നോഹയെ ദൈവം അനുഗ്രഹിച്ചതായി, അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചതായി ദൈവവചനത്തിൽ ഉണ്ട്. യേശു വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മനുഷ്യരെ അനുഗ്രഹിക്കുന്നത് സുവിശേഷങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അനുഗ്രഹിക്കുക എന്നുള്ളത് സ്വർഗീയമായ ഒരു പ്രവൃത്തിയാണ്. എന്നാൽ നിർഭാഗ്യവശാൽ ഇന്ന് ശാപങ്ങൾ ആണ് മനുഷ്യന്റെ വായിൽ കൂടുതലും ഉച്ചരിക്കപ്പെടുന്നത്. ശപിക്കുവാൻ ആളുകൾ കൂടുതൽ തയ്യാറാവുകയാണ്. കുഞ്ഞുങ്ങളെ ശപിക്കുന്ന മാതാപിതാക്കന്മാരുണ്ടല്ലോ. പരസ്പരം ശാപവാക്കുകൾ പറഞ്ഞ് ഭീഷണി വാക്കുകൾ പറയുന്ന ദൈവസഭയുടെ അംഗങ്ങൾ തന്നെ ഉണ്ടെന്നുള്ളത് സങ്കടകരമാണ്. എവിടെ നോക്കിയാലും ശാപവാക്കുകളാണ് നമുക്ക് കേൾക്കുവാൻ കഴിയുന്നത്. എന്നാൽ ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു, നാം അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് അനുഗ്രഹിക്കുന്നവർ ആയിരിക്കണം. നമുക്കതിന് കഴിഞ്ഞിട്ടുണ്ടോ? കാരണം പത്രോസിന്റെ ലേഖനത്തിൽ തന്നെ നാം കാണുന്നു, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ ദൈവം തെരഞ്ഞെടുത്ത രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആണ് നമ്മൾ ഓരോരുത്തരും. പഴയ നിയമത്തിൽ പുരോഹിതന്മാർക്കാണ് അനുഗ്രഹിപ്പാനുള്ള അനുവാദം ദൈവം കൊടുത്തിരുന്നു എന്നതെങ്കിൽ പുതിയ നിയമത്തിലെ രാജകീയ പുരോഹിതന്മാരാണ് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഓരോ ദൈവമക്കളും. അങ്ങനെ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കണം. എബ്രായ ലേഖനം 7 ഇപ്രകാരമാണ് നമ്മൾ കാണുന്നത്:
ഉയർന്നവർ താണവരെ അനുഗ്രഹിക്കുന്നു. എബ്രായർ 7:7 ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നു. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഉയർച്ച ആത്മീക ഉയർച്ചയാണ്. ആ ഉയർച്ച പ്രാപിച്ച ദൈവമക്കൾ മറ്റുള്ളവരെ അനുഗ്രഹിപ്പാൻ കടപ്പെട്ടവരാണ്, ബാധ്യസ്ഥരാണ്. അതിനായിട്ട് കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. അതിനുള്ള കൃപ എല്ലാവർക്കും ദൈവം തരട്ടെ. മറ്റുള്ളവരെ നമുക്ക് അനുഗ്രഹിക്കാം. നമ്മുടെ രാജ്യത്തെ, നമ്മുടെ സഭയെ, നമ്മുടെ കൂട്ടുവിശ്വാസികളെ, കുഞ്ഞുങ്ങളെ, നമുക്കുള്ള സകലരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ, ശപിക്കുന്നവരെ, ഉപദ്രവിക്കുന്നവരെ എല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. കർത്താവേ, സ്വർഗീയ പിതാവേ, ശാപവാക്കുകൾ പറയുന്നവരുടെ നടുവിൽ അനുഗ്രഹിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശു ക്രിസ്തുവിൻ